കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചന പഠനം ഇന്നും തുടരുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മൾ ചില മാസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ്. അതിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. മൂന്നോ നാലോ ക്ലാസ് കൊണ്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ തെസ്സലോനിക്ക ലേഖനം തീർക്കാനായിട്ട് ദൈവം നമ്മളോട് കൃപ കാണിക്കും. അതിനായിട്ട് എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അത് സാധാരണ ചെയ്യുന്ന എല്ലാ വീഡിയോയിൽ നിന്ന് ഇത് അല്പം ലെങ്ത് കുറഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും. കാരണം ചോദിച്ചാൽ അതിനുശേഷമുള്ള രണ്ട് വാക്യങ്ങൾ അല്പം വിശദമായി പറയേണ്ടത് കൊണ്ടും അത് മറ്റൊരു സബ്ജക്റ്റ് ആകയാലും ഞാൻ അത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ചില വാക്യങ്ങൾ ആരംഭത്തിലൊന്ന് വായിച്ചതിന് ശേഷം ഞാൻ ആ വാക്യങ്ങളെ ആ ഒരു വാക്യത്തെ, ഒരു പർട്ടിക്കുലർ വാക്യത്തെ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ വാക്കുകളെ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഈ പഠനം ക്രമമായി പങ്കെടുക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ ഈ തിരുവെഴുത്തിന് മുമ്പാകെ ആയിരിക്കണം. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവശ്വാസീയമായ, ദൈവം ബ്രീത്ത് ഔട്ട് ചെയ്ത ദൈവനിശ്വാസീയമായ തിരുവെഴുത്ത് മാത്രമാണുള്ളത്. വേറെ നമ്മുടെ പാട്ടോ മറ്റ് നമ്മൾ ഈവൻ പ്രസംഗം പോലും ദൈവശാസ്ത്രീയമല്ല. പക്ഷെ എന്നാൽ ഈ തിരുവെഴുത്ത് ദൈവശ്വാസീയമാകയാൽ വളരെ ശ്രദ്ധയോടെ വേണം ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചതിന് ശേഷം അല്പം ആ വാക്യത്തിന്റെ വിശദീകരണം പറയാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുവിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. തെസ്സലോനിക്ക സഭയെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഏറ്റവും മോഡൽ ചർച്ച് എന്നാണ്. ഏറ്റവും മോഡൽ ചർച്ച്, പെർഫെക്റ്റ് ചർച്ച് അല്ല, മോഡൽ ചർച്ച്. പെർഫെക്റ്റ് ചർച്ച് എന്നൊരു സഭ ലോകത്തിലില്ല, 2000 വർഷമായിട്ടുമില്ല. മോഡൽ ചർച്ചുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു ലോക്കൽ സഭ പുതിയ നിയമ തിരുവെഴുത്തുകൾക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത് നിൽക്കുന്ന തെസ്സലോനിക്ക സഭയാണ്. കാരണം 1-ാം അധ്യായത്തിൽ തന്നെ അപ്പോസ്തലൻ ഇതിനെ മാതൃകാ സഭ എന്ന നിലയിൽ വളരെ വിശദമായിട്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ 3 അധ്യായത്തിൽ ഏതെല്ലാം കാര്യത്തിലാണ് അവർ മാതൃകയായിരിക്കുന്നത്. 1-ാം അധ്യായത്തിനകത്ത് മോഡൽ ചർച്ചിന്റെ ക്വാളിഫിക്കേഷനൊക്കെ വളരെ വിശദമായിട്ട് ചില പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ ഏതൊരാൾക്കും വായിച്ചാൽ ഒരു ലോക്കൽ സഭ എങ്ങനെ ആയിരിക്കണം എന്ന ക്വാളിറ്റി തെസ്സലോനിക്കൽ സഭയിൽ ഉണ്ട് എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 തെസ്സലോനിക്കർക്കകത്തും ആ കാര്യമുണ്ട്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സഭ അല്പം പ്രയാസങ്ങളും ഇന്റേണൽ ആയിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം അവിടെ ലീഡർഷിപ്പിന്റെ ഒരഭാവം ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. കാരണം ഈ സഭ ആരംഭിച്ചതിന് ശേഷം അപ്പോസ്തലനും
തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തിമോത്തിക്കും ശീലാസിനും ഒന്നും അവിടെ പെർമനന്റ് ആയിട്ട് തുടരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവർക്കെല്ലാം അവിടെ വിട്ട് പോകേണ്ടതായിട്ട് വന്നതുകൊണ്ട് എൽഡർ എന്നോ പാസ്റ്റർ എന്നോ വിളിക്കാവുന്ന ഒരാള് ആ സഭയുടെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റിയിൽ വളർന്നു വന്ന ആളുകൾ തെസലോനിക്ക സഭയിൽ കുറവായതുകൊണ്ടും 1-ാം നൂറ്റാണ്ടിലെ സഭകളിൽ അടിമകൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെയാണ് കൂടുതലായി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത് എന്നതുകൊണ്ടും തന്നെ അങ്ങനെ ഒരു എൽഡർ ഒരു പ്ലൂറാലിറ്റി ഓഫ് എൽഡർഷിപ്പ് നമുക്ക് ഈ സഭയിലെ ആരംഭ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ സഭ മാതൃകാ സഭയായിരിക്കുമ്പോൾ തന്നെ അല്പം പ്രയാസങ്ങൾ അവിടെ ഉണ്ടെന്നോ അത് പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നുമാണ് ഈ 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തിമോത്തിയോസ് നൽകിയ അറിവിലൂടെ പോൾ എഴുതി അവർക്ക് നൽകിയത്. 12ാമത്തെ വാക്യം ഞാനതിന്റെ ഔട്ട്ലൈൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാം. 12ാം വാക്യം ഒരു സഭയുടെ ഇടയൻ സഭാവിശ്വാസികളെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നതാണ്. 13ാമത്തെ വാക്യം ആടുകൾ, സഭയിലെ വിശ്വാസികൾ ഇടയനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം. ഈ 2 റെസ്പോൺസിബിലിറ്റി ദൈവവചനപ്രകാരം നിവർത്തിച്ചാൽ ആ സഭ ഏറ്റവും സ്വീറ്റ് ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും, സന്തോഷം നിറഞ്ഞതായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 1ാമത്തെ കാര്യം 12ാം വാക്യത്തിനകത്ത് ഒരു ഇടയന്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് ഞാൻ 13ാം വാക്യം പറയാം. ഞാൻ എന്റെ ഔട്ട്ലൈൻ ഒന്നുകൂടെ പറയാം. 12ാം വാക്യം ഇടയന്റെ ഉത്തരവാദിത്തം, 13ാം വാക്യം ആടുകൾക്ക് ഇടയനോടുള്ള ഉത്തരവാദിത്തം, 14ഉം 15ഉം വാക്യം ദൈവസഭയിലെ അംഗങ്ങൾ അന്യോന്യം എങ്ങനെയായിരിക്കണം എന്നതാണ് 14ഉം 15ഉം വാക്യം. ആ 14ഉം 15ഉം വാക്യത്തിനകത്താണ് അവിടെ ക്രമം കെട്ടവരുണ്ടായിരുന്നു, ബലഹീനരുണ്ടായിരുന്നു, ഉൾക്കരുത്ത് ഇല്ലാത്തവരുണ്ടായിരുന്നു, നന്മ ചെയ്യാൻ മടിയുള്ളവരുണ്ടായിരുന്നു, അങ്ങനെ ബലഹീനരുണ്ടായിരുന്നു, ക്ഷമിക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ സഭയിലും ഉള്ളവരെ പോലെ തന്നെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്കാർക്കും ഇപ്പൊ ഞങ്ങളുടെ സഭ അങ്ങനെയല്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാനത് അടുത്ത ക്ലാസ്സിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. ഈ സഭയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 14ഉം 15ഉം വാക്യം ഒരു വിശ്വാസി മറ്റ് വിശ്വാസികളോട് എങ്ങനെ ആയിരിക്കണം, മറ്റൊരു വിശ്വാസി കൂട്ടു സഹോദരങ്ങളോട് എങ്ങനെയായിരിക്കണം എന്നതാണ് ആ ഓരോരുത്തർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണ് ആ 2 വാക്യങ്ങളിൽ പറയുന്നത്. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഒരു വിശ്വാസി ദൈവത്തോട് എങ്ങനെ ആയിരിക്കണം എന്നതാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം, കർത്താവ് പറയുന്നത് എങ്ങനെ കേൾക്കണം, കർത്താവിന്റെ ആലോചന എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത്, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് 22 വരെയുള്ള വാക്യങ്ങൾ, 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ കാണിക്കുന്നത്. 23ഉം 24ഉം വാക്യം അങ്ങനെ ഒരു ഇടയന്റെ ഉത്തരവാദിത്വം നിർവഹിച്ച്, ആടുകളുടെ ഉത്തരവാദിത്വം നിർവഹിച്ച്, വിശ്വാസികൾ അന്യോന്യം അവരുടെ കടപ്പാടുകൾ നിർവഹിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തി ജീവിച്ചാൽ 23, 24 വാക്യം എന്താണ് ആത്യന്തികമായി ദൈവം തന്റെ സഭയ്ക്ക് നൽകാൻ പോകുന്നത് എന്നതാണ് അതിന്റെ കൾമിനേഷൻ ആയിട്ട് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് പിന്നാലെ ഓരോന്നോരോന്ന് വരാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ 12ാം വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. സഹോദരന്മാരെ എന്ന വിളി വളരെ ഊഷ്മളമായ വിളിയാണ്. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നതാണ് ഇടയന്റെ 3 ക്വാളിഫിക്കേഷൻ. 1, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു. 2, കർത്താവിൽ നിങ്ങളെ ഭരിക്കുന്നവർ. കർത്താവിലാണ് നിങ്ങളെ ഭരിക്കുന്നത്, അതായത് ആ വ്യക്തിയുടെ സെൽഫ് അതോറിറ്റി അല്ല, മറ്റാരും അദ്ദേഹത്തിന് സഭ മുഖാന്തരം കൈവപ്പ് മുഖാന്തരം മാറി വന്ന അധികാരമല്ല, ദൈവം നൽകിയ ഡെലിഗേറ്റഡ് അതോറിറ്റിയാണ് കർത്താവിൽ നിങ്ങളെ ഭരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. കർത്താവിൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, കർത്താവിൽ നിങ്ങളെ ഭരിക്കുന്ന, നിങ്ങളെ പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്ന, വഴി കാണിച്ച്
കാണിച്ചു തരുന്ന നേരായ മാർഗത്തിൽ നിത്യജീവനിലേക്കുള്ള മാർഗം ശരിയായ നിലയിൽ ഇടുക്കവാതിലാണ്, ഞെരുക്ക വഴിയാണ് എന്ന് കാണിച്ചു തരുന്ന ആ ഉത്തരവാദിത്തങ്ങളും ആ റെസ്പോൺസിബിലിറ്റിയാണ് സഭയെ നയിക്കുന്നവർക്കുള്ളത് എന്നാണ് 12-ാം വാക്യത്തിൽ പറയുന്നത്. ആ ഉത്തരവാദിത്തം പറയാൻ വേണ്ടി അല്ല ആ ഭേദഭാവം അവിടെ പറഞ്ഞേക്കുന്ന കാര്യം. ആ ഇടയന്റെ ഉത്തരവാദിത്തം ഫസ്റ്റ് തിമോത്തി 3-ക്കകത്തും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിനകത്തും 2 തിമോത്തിക്കകത്തും ഒക്കെ വളരെ വിശദമായിട്ട് ഇടയന്റെ ഉത്തരവാദിത്തം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് അതുകൊണ്ട് ദൈവ മക്കൾ അവരോട് എങ്ങനെ ആയിരിക്കണം എന്ന് എംഫസിസ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് ആ 3 കാര്യം പറഞ്ഞേക്കുന്നത്. അധ്വാനിക്കുന്ന, കർത്താവിൽ നിങ്ങളെ ഭരിക്കുന്ന, നിങ്ങളെ ഉപദേശിക്കുന്ന ഇടയന്മാരെ, അവിടെ ഇടയന്മാരെന്നില്ലെങ്കിലും ദൈവത്താൽ അന്ന് അവിടെ ആക്കപ്പെട്ട ആ ലീഡേഴ്സിനെ, ഇന്നത്തെ ആ വെളിപ്പാടുകൾ പൂർണ്ണമായും ലഭിച്ച ദൈവസഭയോട് പറയുമ്പോൾ ഇടയന്മാരോട്, മൂപ്പന്മാരോട്, അധ്യക്ഷന്മാരോട്, ഇതെല്ലാം ഒരാളാണ്. ആ പദങ്ങൾ മാറി ഉപയോഗിക്കുന്നതിന്റെ ആ കോണ്ടസ്റ്റിൽ വരുന്ന മീനിങ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടയന്മാരോട് സഭ ചെയ്യേണ്ട 3 കാര്യം, ദൈവമക്കൾ ചെയ്യേണ്ട 3 കാര്യം. ഒന്ന് 12-ാം വാക്യത്തിൽ തന്നെയാണ്. ഇത് അപ്പോസ്തലന്റെ അപേക്ഷയാണ് കേട്ടോ, അപ്പോസ്തലിക് കമാൻഡായിട്ട് പറയുന്നില്ല. ഹോളി സ്പിരിറ്റ് റിക്വസ്റ്റ് നമ്മളോട് അപേക്ഷിക്കുന്നത് പോലെയാണ് പറയുന്നത്. കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ ആ കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതിനാണ് അങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ട് അപ്പോസ്തലൻ നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത്. നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്, എന്നൊരു വാക്ക് കണ്ടോ, അറിഞ്ഞ്. ഒന്നാമത്തെ കാര്യം, ദൈവസഭ, ദൈവ മക്കൾ, സഭയിലെ ആടുകൾ എന്ന് വേദപുസ്തകം മെറ്റഫോറിക്കലായിട്ട് വിളിക്കുന്ന വിശ്വാസികൾ ശുശ്രൂഷകനെ അറിയണം. അറിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്നുള്ളത്, പല ലോക്കൽ സഭയിലെയും വിശ്വാസികൾ പറയുന്ന ഒരു കംപ്ലൈന്റ് എന്നുള്ളത്, പാസ്റ്റർ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിഞ്ഞ് ഇടപെടാറില്ല എന്ന് പറയാറുണ്ട്. ഒരു പക്ഷെ ശരിയായിരിക്കാം. എന്നാൽ തിരിച്ച് വളരെ പ്രായോഗികമായ ഒരു ചോദ്യമാണ്, ലോക്കൽ സഭയിലെ ശുശ്രൂഷകനെ എത്ര ദൈവമക്കൾക്ക് ഹൃദയംഗമമായ ബന്ധമുണ്ട് ആ വ്യക്തിയോട്? ആ വ്യക്തിയെ ഒറിജിനലി അറിയാമോ? ഡീപ്പായിട്ടുള്ളൊരു നോളജ് ആ വ്യക്തിയെ പറ്റി ഉണ്ടോ? അദ്ദേഹം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, പ്രയാസമോ സന്തോഷമോ എന്തോ ആകട്ടെ, അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തെ പറ്റി എത്ര ദൈവമക്കൾ കൺസേൺഡ് ആണ്? കാരണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ശുശ്രൂഷകനും നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ്. ആ വ്യക്തിയും കൃപയാൽ ഈ പോസ്റ്റിലേക്ക് വന്നതാണ്. എന്നാൽ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടതകളും ക്രൈസിസും ഒക്കെ അനുഭവിക്കുന്ന ആളാണ്. പോളിന്റെ ലേഖനത്തിനകത്ത് പലപ്പോഴും തന്റെ വേദനയും പ്രയാസവും ഒക്കെ താൻ പറയുന്നുമുണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സഭ ഹെൽത്തി ആയിട്ട് പോകാൻ, സ്വീറ്റ് ആയിട്ട് പോകാൻ, സന്തോഷകരമായിട്ട് പോകാൻ, പീസ്ഫുൾ ആയിട്ട് പോകാൻ ദൈവ ശുശ്രൂഷകന്മാർ സഭയോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് കൊണ്ട് ആ ലോക്കൽ സഭ ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ശുശ്രൂഷകനെ അറിയണം. അറിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരറിയുക എന്നോ, കുടുംബം അറിയുക എന്നോ, ആരൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ പറ്റി അറിയുക എന്ന അർത്ഥത്തിലല്ല. വളരെ ഡീപ്പ് കൈൻഡ് ഓഫ് നോളജ്, ഇന്റിമേറ്റ് കൈൻഡ് ഓഫ് നോളജ്. ആ വാക്ക് ഈ കുടുംബ ബന്ധത്തിലെ അംഗങ്ങൾ അന്യോന്യം അറിയുന്നത് പോലെ, ഭാര്യയും ഭർത്താവും അന്യോന്യം അറിയുന്നത് പോലെ അത്രയും ഡീപ്പായിട്ട് ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷകനെ വിശ്വാസികൾ, ആ ലോക്കൽ സഭയിലെ വിശ്വാസികൾ അറിഞ്ഞിരിക്കണം എന്നതാണ് ആ പദത്തിന്റെ അർത്ഥം. എന്നാൽ അറിയുക എന്ന് പറഞ്ഞാൽ അല്പം കൂടെ ഇംഗ്ലീഷിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് അപ്രീഷിയേറ്റ് യുവർ ഷെപ്പേർഡ് എന്നാണ്. റെസ്പെക്ട് ചെയ്യണം, വാല്യൂ ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ്. അദ്ദേഹം ബുദ്ധിമുട്ടുകാരനാണെങ്കിൽ ദൈവസഭ അത് അറിഞ്ഞിരിക്കണം. അദ്ദേഹം രോഗത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവസഭ അത് അറിഞ്ഞിരിക്കണം. മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവസഭ അത് അറിഞ്ഞിരിക്കണം. ഈ ഫസ്റ്റ് തിമോത്തി 5:17 അകത്ത്
ഈ ശുശ്രൂഷകന്മാരെ, നന്നായിട്ട് വചനത്തിൽ അധ്വാനിക്കുന്നവരെ ഓണർ ചെയ്യണം എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ പാസ്റ്റേഴ്സ് എന്നാണ് കേട്ടോ, ഓർക്കുന്നല്ലോ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. ഈ വാക്ക് അത് പരിശുദ്ധാത്മാവ് എഴുതി നൽകിയേക്കാണ്. ഒരു ഇമ്പരേറ്റീവ് ആയിട്ടാണ് ആ വാക്യത്തിന്റെ ഘടന നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ എങ്ങനെ ഭരിക്കുന്നത്? പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും, പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു ശുശ്രൂഷകന്റെ ഒൺലി ഫങ്ഷണൽ അതോറിറ്റി, സ്കിൽഫുൾ ആയിട്ടുള്ള ഒറ്റ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം എന്നതാണ്. ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നയാളെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക. ഇവിടെ ഇരട്ടിമാനം എന്ന് പറഞ്ഞേക്കുന്നത് ജനറസ് പേ കൊടുക്കണം എന്ന് തന്നെയാണ്. അതായത് അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ലോക്കൽ സഭ നൽകണം. ഡബിൾ ഓണർ കൊടുക്കണം, ഡബിൾ റെസ്പെക്ട് കൊടുക്കണം, ജനറസ് പേ കൊടുക്കണം. അതാണ് അദ്ദേഹത്തെ അറിയുക എന്നതിൻ്റെ അർത്ഥം. ലോക്കൽ സഭയിലെ എത്രയോ ശുശ്രൂഷകന്മാർ, ചെറിയ ചെറിയ കൂട്ടങ്ങളിലെ ദൈവദാസന്മാർ എത്രയോ ദുഃഖത്തിലും നല്ലപോലെ ആഹാരം കഴിക്കാനില്ലാതെയും നല്ല വസ്ത്രം ധരിക്കാനില്ലാതെയൊക്കെ ഭാരപ്പെടുമ്പോൾ ഒരു ലോക്കൽ സഭയുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് നന്നായിട്ടൊരു കിടപ്പാടം ഇല്ലെങ്കിൽ ഒരു ലോക്കൽ സഭയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഭരിക്കുകയും വചനത്തിലും ഉപദേശത്തിലും നിങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകനെ മാനത്തിന് യോഗ്യരായി എണ്ണണം. അതാണ് അറിയുക. നിങ്ങൾ അവരെ അറിയണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1 കൊരിന്ത്യർ 9:14 വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വാക്യമുണ്ട്. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ജീവിക്കണം. അതായത് സഭ അദ്ദേഹത്തിന്റെ കാര്യം നോക്കണം എന്ന് തന്നെയാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഈ ക്രമമായിട്ടുള്ള ബൈബിൾ പഠനത്തിന്റെ ഒരു നല്ല ഗുണം എന്നാന്നറിയാമോ? കേൾവിക്കാർക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല ഉപദേശി ഇന്റൻഷനലായിട്ട് ആ വാക്യം എടുത്ത് പറയുകയാണെന്ന്. അങ്ങനല്ല. ഇത് നമ്മൾ 5-12 വരെ ക്രമമായിട്ട് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് എക്സ്പോസിറ്റ് ചെയ്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് 13-ാമത്തെ വാക്യത്തിനകത്ത് ഒരു മായവും ചേർക്കാതെ എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റുള്ളൂ. വേറൊരു ഓപ്ഷനും ഇല്ല. എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റുള്ളൂ. സുവിശേഷത്താൽ ഉപജീവിക്കണം. വാക്യം ഇങ്ങനെയാണ്. സോ ഓൾസോ ദ ലോർഡ് ഡയറക്റ്റഡ് ദോസ് ഹു പ്രൊക്ലെയിം ദ ഗോസ്പൽ ടു ഗെറ്റ് ദെയർ ലിവിംഗ് ഫ്രം ദ ഗോസ്പൽ. വെരി ക്ലിയർ ആണ്. റെസ്പെക്ട് ചെയ്യണം, അഡ്മിറേഷൻ ചെയ്യണം, അപ്രീസിയേഷൻ ചെയ്യണം. നോക്കൂ, ഒരു ഇടയൻ അധ്വാനിക്കുന്നു, കർത്താവിൽ ഭരിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. ദൈവസഭ തിരിച്ചു ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നവരെ അറിയണം, അവരുടെ സാഹചര്യം അറിയണം, അവരുടെ അവസ്ഥ അറിയണം. അവർ ബുദ്ധിമുട്ടുകാരാണെങ്കിൽ അത് അറിഞ്ഞവരോട് ഇടപെടണം. ദൈവസഭ ദൈവോധനം അനുശാസിക്കുന്ന എല്ലാ നിലയിലും ശുശ്രൂഷകനെ മാനിക്കണം. ഇത് മനുഷ്യന്റെ അഭിപ്രായമല്ല. പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി ഡയറക്റ്റായി എഴുതി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവശ്വാസീയമായ സ്ക്രിപ്ചറിന്റെ ആജ്ഞയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവരെ ബാക്ക് ടു 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് 13, നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ്, അടുത്തത് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് പറഞ്ഞാല് എന്താ അവരുടെ വേല? 12-ാം വാക്യത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക, ക്രിസ്തുവിൽ നിങ്ങളെ ഭരിക്കുക, 3 നിങ്ങളെ പ്രബോധിപ്പിക്കുക. അങ്ങനെ അതാണ് അവരുടെ വേല. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. ആ ഏറ്റവും സ്നേഹത്തോടെ എന്ന് പറഞ്ഞാല് അവിടുത്തെ ആ ഒരു പദം കണ്ടോ? ഏറ്റവും, ബിയോണ്ട് ഓൾ മെഷർ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ അളവുകൾക്കും മീതെ ഏറ്റവും സ്നേഹത്തോടെ
അവരുടെ അധ്വാനവും അവരുടെ ഭരണവും അവരുടെ പ്രബോധനവുമാണ് വേല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനിക്കണം, ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം, ഓണർ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അതായത് ഫെയ്ത്ത്ഫുള്ളായി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ് നിങ്ങളുടെ ലോക്കൽ സഭയിൽ ഉള്ളതെങ്കിൽ ഈ തിരുവെഴുത്തിന്റെ കമാൻഡ് എന്നാ നോക്കിയേ, ബിയോണ്ട് ഓൾ മെഷർ, എല്ലാ മെഷറിനും മീതെ ഏറ്റവും സ്നേഹത്തോടെ, സാക്രിഫിഷ്യൽ ലവ് എന്നുള്ളതാണ്, ഏറ്റവും സ്നേഹത്തോടെ കരുതണം, വിചാരിക്കണം. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ടൊരു വാക്യം ഞാൻ കാണിക്കാം. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട. ഗലാത്യ സഭ അപ്പോള് തന്റെ മിഷണറി യാത്ര ചെയ്ത ആരംഭ നാളുകളിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണെന്ന് നിങ്ങൾക്കറിയാം. ആ ലോക്കൽ സഭ എങ്ങനാണ് അപ്പോസ്തോലന്റെ കാര്യത്തിൽ ഏറ്റവും സ്നേഹത്തോടെ വിചാരിച്ചതെന്ന് 4-ാം അധ്യായം 14-15 വാക്യത്തിനകത്തുണ്ട്. ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. വാക്യം കണ്ടോ? ഒരു വലിയ പ്രയാസത്തിലൂടെ അപ്പോസ്തലൻ കടന്നുപോയപ്പോൾ വേണമെങ്കിൽ അവർക്ക് ആ ശുശ്രൂഷകനെ ഒഴിവാക്കാമായിരുന്നു. നമ്മളിൽ പല സഭകളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ അരുത്. വേണ്ട കാര്യങ്ങൾ ചെയ്യണം, ചെയ്യേണ്ടതുപോലെ ചെയ്യണം. കാര്യം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ഏറ്റവും സ്നേഹത്തോടെ അവർക്ക് വേണ്ടി വിചാരിക്കണം. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ, ഇതൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ കാണിക്കുന്നുണ്ട്, കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ആ അപ്പോസ്തോലന്റെ ശാരീരികമായിട്ടുണ്ടായ ആ വൈഷമ്യങ്ങളുടെ നടുവിൽ ആ ഗലാത്യ സഭ ആ ശുശ്രൂഷകനെ ശുശ്രൂഷിച്ചത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഏറ്റവും സ്നേഹത്തോടെ ശുശ്രൂഷകന് വേണ്ടി വിചാരിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആ വ്യക്തിയെ ആ വേദനയുടെ നടുവിൽ അവര് കൈവിട്ട് കളയുകയായിരുന്നില്ല, മറിച്ച് ഏറ്റവും സ്നേഹത്തോടെ അവര് വിചാരിച്ചത് ദൈവദൂതനെ പോലെ. അബ്രഹാം എങ്ങനെയാണോ ദൂതന്മാരെ കൈക്കൊണ്ടത്, ആ ക്രൈസിസിന് നടുവിൽ ലോത്ത് എങ്ങനെയാണോ അവരെ ഭവനത്തിനകത്തേക്ക് കയറ്റിയത്, ദൂതന്മാരെ കൈക്കൊണ്ടതുപോലെ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ നിങ്ങൾ എന്നെ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പ്രാക്ടിക്കൽ ആക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് എഴുതി നൽകിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത് ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്തേക്കാം, നമുക്ക് നമ്മുടെ ലോക്കൽ കൂട്ടായ്മയാണ് വലുത് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. ദൈവദൂതനെ പോലെ യേശു ക്രിസ്തുവിനെ പോലെ കൈക്കൊള്ളണം. ഞാൻ ഈ ഉഴപ്പി നടക്കുന്ന ഉപദേശിമാരെ പറ്റി അല്ല പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും ദൈവവചനത്തിലെ ആ നാരോവേ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ അവരുടെ പേഴ്സണാലിറ്റി നിമിത്തമോ കുടുംബം നിമിത്തമോ അവരുടെ കഴിവ് നിമിത്തമോ എലക്വൻസി നിമിത്തമോ ഒന്നുമല്ല, വേല നിമിത്തം, വേല നിമിത്തം ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും സ്നേഹത്തോടെ അവർക്ക് വേണ്ടി വിചാരിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. കണ്ടോ? ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. കർത്താവിനെ കൈക്കൊള്ളുകയാണ് കർത്താവ് അയച്ചവരെ കൈക്കൊണ്ട്. നമുക്കറിയാം, ദൈവം നിങ്ങളെ ആക്കി വെച്ച ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തണം. അത് വെറും ഭരണമായിട്ടല്ല. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് 1 Peter 5 എഴുതി വെച്ചിട്ടുണ്ട്.
ദൈവം അധ്യക്ഷരാക്കി വെച്ചവരാണ് ലോക്കൽ സഭയുടെ ശുശ്രൂഷകന്മാർ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ത്രിയേക ദൈവത്തെ കൈക്കൊള്ളുന്നത് പോലെയാണ് ദൈവത്താൽ അപ്പോയിന്റ് ചെയ്തൊരു ശുശ്രൂഷകന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്നതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ മറ്റൊരു വേർഷൻ. ഒന്നുകൂടെ പറഞ്ഞാല്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് വിട്ടാൽ പോരാ. ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എൻ്റെ പിതാവിനെ കൈക്കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൈക്കൊള്ളുന്നത് പോലെയാണ് ദൈവത്താൽ അയക്കപ്പെട്ടവനെ കൈക്കൊള്ളുന്നത്. അതാണ് ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കുക. എത്ര കൃത്യമായിട്ടാണ് ഗലാത്യ സഭ ചെയ്തത്. ദൈവദൂതനെ പോലെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ. ഗലാത്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് തരാം എന്ന് പറഞ്ഞാൽ എന്താണ് കോണ്ടക്ഷൻ എന്ന് അറിയത്തില്ല. കണ്ണ് ചൂഴ്ന്നെടുത്ത് തരിക എന്ന് പറഞ്ഞേക്കുന്നത് തനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ ആ സഭ, ആ ശുശ്രൂഷകനോട് കാണിക്കുന്ന ഏറ്റവും സ്നേഹത്തോടെയുള്ള വിചാരത്തിന്റെ പ്രതിഫലനങ്ങളാണ് ആ വാചകങ്ങളൊക്കെ. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. ഇതിനെയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാൽ, അവോയ്ഡ് ചെയ്താൽ, disobedience to the direct word of God. ദൈവവചനം വളരെ പ്ലെയിൻ ആയിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന പോലെ എഴുതിയിരിക്കുന്നതിൻ്റെ കൃത്യമായ ലംഘനമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഒബേ ചെയ്യുന്നില്ല എങ്കിൽ. മൂന്നാമത്തെ കാര്യം, സ്തോത്രം, 1 Thessalonians 5:13, അവരുടെ വേല നിമിത്തം, അത് പ്രത്യേകം ഓർത്തണം കേട്ടോ. അവരുടെ ഈ കുടുംബ നിമിത്തവും കളറ് നിമിത്തവും സ്മാർട്ട്നെസ് നിമിത്തമൊക്കെ ഈ നിലയിലുള്ള സ്നേഹത്തോടെയുള്ള വിചാരമൊക്കെ നമ്മുടെ നാടുകളിൽ പലർക്കും ലഭിക്കാറുണ്ട്. അതല്ല ഒരാളെ സ്നേഹിക്കുന്നതിനും ഏറ്റവും കരുതലോടെ വിചാരിക്കുന്നതിനും മൂലകാരണം അവരുടെ വേല നിമിത്തമാണ്. വേല നിമിത്തം. വേല എന്താണെന്ന് 3 കാര്യം മേളിൽ ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു, റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്. പോളിന് കൽപ്പിക്കാനായിട്ടുള്ള എല്ലാ അപ്പോസ്തോലിക് റൈറ്റും ഉണ്ട്. ദൈവശ്വാസീയമായ തിരുവെടുത്ത് തന്നെ കൊണ്ട് ആത്മാവിന്റെ ഫുൾ കൺട്രോൾ എഴുതിക്കുകയാണ്. പക്ഷെ ആത്മാവ് ഇത് റിക്വസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. കാര്യം അതീവ ഗൗരവമായിട്ട് നമ്മൾ അതിനെ കാണണം എന്ന് ദൈവത്തിന്റെ ആത്മാവിന് താല്പര്യമുള്ളത് കൊണ്ടാണ് ആ ഒരു നിലയിൽ പരിശുദ്ധാത്മാവ് എഴുതിയത്. എന്നിട്ട് ആ സഭയിലെ അംഗങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ലോക്കൽ സഭ പോകാൻ മൂന്നാമത് ചെയ്യേണ്ടത്, 1 അറിയണം, 2 ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം, 3 തമ്മിൽ സമാധാനമായിട്ടിരിക്കണം. സബ്മിറ്റ് ടു യുവർ ഷെപ്പേർഡ്. തമ്മിൽ സമാധാനം ആയിട്ടിരിക്കുക. ഈ അന്യോന്യ സമാധാനം എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് ന്യൂ ടെസ്റ്റ്മെന്റിൽ പല ഭാഗങ്ങളിൽ, വെരി ഫെമിലിയർ എക്സോട്ടേഷൻ ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ്, പല ഭാഗത്തും ആ വാക്യങ്ങൾ കാണാം. അന്യോന്യ സമാധാനമായിട്ടിരിക്കണം. ഞാൻ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 14:12, 2 Corinthians 13:11, Ephesians 4:3, Colossians 3:15, James chapter 3:18. Over and over again the New Testament calls for peace. ആവർത്തിച്ച് സമാധാനമായിട്ടിരിക്കാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ 13ാമത്തെ വാക്യം വെരി യുണീക്കാണ്, വെരി സ്പെസിഫിക് ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? സ്നേഹത്തെ അറിയണം, ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം, തമ്മിൽ സമാധാനമായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകനും സഭയിലെ അംഗങ്ങളും തമ്മിൽ എന്തു വില കൊടുത്തും ശുശ്രൂഷകനോട് സമാധാനമായിട്ടിരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ശുശ്രൂഷകനോട് സമാധാനമായിട്ടിരിക്കണം. ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാകരുത്, യാതൊരു നിലയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത്. ഒരു ശുശ്രൂഷകൻ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവനാണെങ്കിൽ, വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവനാണെങ്കിൽ, ആ വ്യക്തിയോട് എന്ത് വില കൊടുത്തും സമാധാനമായിട്ടിരിക്കണം. കുറവില്ലാത്ത ഒരു മനുഷ്യരുമില്ല. അവർക്കൊക്കെ ബലഹീനത ഉണ്ടാകാം,
വചന ശുശ്രൂഷയിൽ അറിയാതെ അബദ്ധങ്ങളൊക്കെ വരാം. പക്ഷെ അതൊക്കെ തിരുത്തിയും തയ്യാറാക്കിയും ഏറ്റവും സമാധാനത്തോടെ ഇരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. ഇതേ കാര്യം തന്നെയാണ് എബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിനകത്ത് ഇതിന്റെ ഒരു മറ്റൊരു നിലയിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കാണ്. 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 7-ാം വാക്യവും 17-ാം വാക്യവും. 7-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. റിമെമ്പർ ദം. ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഓർക്കേണ്ടത്? നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. എന്തുകൊണ്ട് ഓർക്കണം? ദൈവവചനം പറഞ്ഞ് നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കണം. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. ഓർക്കണം, അനുകരിക്കണം. ഏതാ അനുകരിക്കേണ്ടത്? അവരുടെ വിശ്വാസം അനുകരിക്കണം. സമാധാനമായിട്ടിരിക്കാനായിട്ട് അവരെ ഓർക്കണം. എന്തുകൊണ്ട്? ഞങ്ങളെ ദൈവവചനം പറഞ്ഞ് ഞങ്ങളെ നടത്തിയതാണ്. അതുകൊണ്ട് ആ കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്നെ കർത്താവിനോട് അടുപ്പിക്കാൻ ഈ ശുശ്രൂഷകന്റെ ശുശ്രൂഷ നിമിത്തം ഇടയായെന്ന് ഏതെങ്കിലും ഒരുവന് ബോധ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർക്കുകയും അത് നിമിത്തം ആ ശുശ്രൂഷകനോട് സമാധാനമായിട്ടിരിക്കുകയും വേണം. ശുശ്രൂഷ സഭയോടും അങ്ങനെ തന്നെയാണ്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. ശുശ്രൂഷകൻ അങ്ങനെ തന്നെ ഇരിക്കണം. 17-ാം വാക്യം നോക്കിയേ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ. ആരോട്? കർത്താവിനോട്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങളെ നിത്യതയിൽ എത്തിക്കാനായിട്ട് ഗോസ്പല് പറഞ്ഞു. നിങ്ങളെ വിശുദ്ധീകരണത്തിൽ നടത്താനായിട്ട് ഉപദേശം പറഞ്ഞു. ഇങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. അതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുന്നു. എന്ന് പറഞ്ഞാല് ഉപദേശിയോട് പ്രശ്നം ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് സന്തോഷം നൽകുന്നില്ല എങ്കിൽ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുമ്പോൾ അതൊരു പക്ഷേ സന്തോഷത്തോടെ ചെയ്യാൻ സംഗതി അങ്ങനെ ചെയ്യാൻ ഇട വന്നു എന്ന് വരികയില്ല. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കണം. നിങ്ങളെ വിശുദ്ധിയിൽ നടത്തുന്നവരെ ഓർക്കണം, അവരെ അനുകരിക്കണം, അവർക്ക് കീഴടങ്ങണം. അവർക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അവർ ബിബ്ലിക്കലായിട്ട് വചനവിരുദ്ധമായ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് കീഴടങ്ങണം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത്. മറിച്ച് അവര് ദൈവവചനം പറഞ്ഞ് നിങ്ങളെ നടത്തുന്നത് കൊണ്ട് അവർ പറയുന്ന ദൈവവചനം ദൈവശ്വാസീയമാകയാൽ അതിന് കീഴടങ്ങുവീൻ എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ ഉപദേശിക്ക് പ്രത്യേകമായിട്ട് യാതൊരു അധികാരവും ഇല്ല. നിങ്ങൾ ഏത് വീട് മേടിക്കണമെന്നോ, നിങ്ങൾ ആരെ കല്യാണം കഴിക്കണമെന്നോ, നിങ്ങൾ എവിടെ താമസിക്കണമെന്നോ, നിങ്ങൾ ഏത് ജോലി ചെയ്യണമെന്നോ, ഇതൊന്നും ഉപദേശിയുടെ അധികാരത്തിന്റെ കീഴിലുള്ള കാര്യമല്ല. നിങ്ങളെ വിശുദ്ധിയിൽ നടത്തുക എന്ന് ദൈവവചനം പറഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കുക എന്ന അധികാരമാണ് ശുശ്രൂഷകന്റെ ഭരണത്തിന് കീഴിലുള്ളത്. അതിൽ നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. കാരണം ആ വ്യക്തിയെ അത് പറയാൻ അപ്പോയിന്റ് ചെയ്ത ഓവർസിയർ ആക്കി ദൈവപരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഏത് മേഖലയിലാണ് കീഴടങ്ങിയിരിക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടാം. When the servant of the Lord, led by the Spirit of God, calls you to obey the word of God. ഒരു ശുശ്രൂഷകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനം അനുസരിക്കണമെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടത്. വചനം അനുസരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴാണ് കീഴടങ്ങേണ്ടത്. റിമെമ്പർ ദം, ഫോളോ ദം, സബ്മിറ്റ് ടു ദം എന്നൊക്കെ പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ആ പ്രഘോഷണത്തിന്റെ മുന്നിൽ ദൈവമക്കൾ ചെയ്യേണ്ടതാണ്. സമാധാനമായിട്ടിരിക്കണം. 3 കാര്യം ഇന്റിമേറ്റ് ആയിട്ട് അറിയണം. വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. അന്യോന്യം സമാധാനമായിട്ടിരിക്കണം.
എല്ലാവരോടും സമാധാനമായിരിക്കണം. വെരി സ്പെസിഫിക് ആയിട്ട് ശുശ്രൂഷകൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി സദാ ജാഗരിക്കുന്നവനാകയാൽ അത് ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ദൈവമുമ്പാകെ നിങ്ങളുടെ കണക്ക് കൊടുക്കേണ്ടതിന് സമാധാനമായിട്ടിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ വചനത്തിന്റെ കൽപ്പനകൾ പറയുമ്പോൾ അതിന് സറണ്ടർ ചെയ്ത് ഒബേ ചെയ്യണം എന്നതാണ് തിരുവെടുത്ത് പറയുന്നത്. അതോ ശുശ്രൂഷകന് നമ്മൾ കണ്ണുനീർ കൊടുക്കാറുണ്ടോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വളരെ ദൈവത്തിന്റെ ആലോചന യെരൂശലേമിനെ നോക്കി പറഞ്ഞിട്ടും കഫർനഹൂമിനെ നോക്കി പറഞ്ഞിട്ടും ഒന്നും അവരനുസരിച്ചില്ല. ഒടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്ന പല വാക്യങ്ങളുണ്ട്. നിന്നിൽ നടന്നത് മറ്റു സ്ഥലങ്ങളിൽ നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് കർത്താവ് വേദനയോടെ കഫർനഹൂമിനോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്ന പോലെ നിങ്ങളെ എത്ര വട്ടം മറപ്പാൻ എനിക്ക് മനസ്സായത്, നിങ്ങൾക്കോ മനസ്സായില്ല, നിങ്ങൾക്ക് അതിനുള്ള താല്പര്യമില്ല എന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നത് നമുക്കറിയാം. ഏറ്റവും അധികം കരഞ്ഞ് ജനത്തെ ഉപദേശിച്ച യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിനകത്തെ ഒരു 3 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. താൻ എത്ര ഉപദേശിച്ചിട്ടും എത്ര ദൈവവചനം പറഞ്ഞിട്ടും ആ ജനം സബ്മിറ്റ് ചെയ്യാതെ, യെരമ്യാവിനെ അറിയാതെ, യെരമ്യാവിന് വേണ്ടി സ്നേഹത്തോടെ വിചാരിക്കാതെ, യെരമ്യാവിനോട് സമാധാനമായിട്ടിരിക്കാതെ തന്നോട് ചെയ്യാവുന്ന എല്ലാ ദോഷങ്ങളും പ്രവർത്തിച്ചപ്പോൾ ആ ഭക്തൻ പറയുന്ന ആ ചില പദങ്ങൾ, ദൈവാത്മാവിലൂടെ പറയുന്ന ആ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 9-ാം അധ്യായം, യെരമ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം ആദ്യത്തെ 3 വാക്യങ്ങൾ. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നികിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആ പ്രൊഫറ്റിക്കൽ ലാംഗ്വേജ് ഒക്കെ എത്ര ഡീപ്പാണെന്ന് മനസ്സിലാക്കുക. അയ്യോ, എന്റെ ജനത്തെ വിട്ട് പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ. അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത്. അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിലേക്ക് പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, കരയുകയാണ്. ഇങ്ങനെ ആകരുത്. ദൈവസഭയിൽ ദൈവമക്കൾ ശുശ്രൂഷകനോട് വചനം പറയുമ്പോൾ സബ്മിറ്റ് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം, സറണ്ടർ ചെയ്യണം, ഒബേ ചെയ്യണം. അതാണ് കീഴടങ്ങുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, വേറൊരു കാര്യത്തിലും ആ ശുശ്രൂഷകൻ നിങ്ങളുടെ മേൽ അധികാരമില്ല. ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ നിങ്ങൾക്ക് നൽകുമ്പോൾ അതിന്റെ മുന്നിൽ വിധേയപ്പെട്ടേ പറ്റുള്ളൂ. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. മനുഷ്യന്റെ അകമ്പര തുളച്ചി എന്ന് അവനെ നിത്യജീവനിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ആ വചനത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ കരയിച്ച യെരൂശലേം നിവാസികളെ പോലെ ലോക്കൽ സഭ ആകരുത്. പ്രവാചകനായി ദൈവത്തിന്റെ ആലോചന അറിയിക്കാൻ കർത്താവ് ഏൽപ്പിച്ച യെരമ്യാവിനെ എന്നും കരയിക്കുന്ന ജനത്തെ പോലെ ലോക്കൽ സഭയാകരുത്. അന്യോന്യം തമ്മിൽ സമാധാനമായിട്ടിരിക്കണം. എന്ത് വില കൊടുത്തും കോൺഫ്ലിക്റ്റ് മാറ്റണം, അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. എന്ത് വില കൊടുത്തും സമാധാനമായിട്ടിരിക്കണം. ഒരു ലോക്കൽ സഭ സന്തോഷമുള്ളതായി തീരാൻ, ഒരു ലോക്കൽ സഭ ദൈവത്തിന് പ്രസാദമുള്ളതായി തീരാൻ, ഒരു ലോക്കൽ സഭ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി തീരാൻ ഈ നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു ലോക്കൽ സഭ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ദൈവപരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള ആ ഡിമാൻഡ് നമ്മിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുകയാണ്. ഇത് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആണ്, ദൈവശ്വാസീയമായ തിരുവെഴുത്താണ്. അതുകൊണ്ട് ഒരു എക്സ്ക്യൂസും ഇതിന്റെ മുന്നിൽ പറയാനായിട്ട് കഴിയുകയില്ല. എനിക്ക് മനസ്സിലായില്ലെന്നോ ഒന്നും ആർക്കും പറയാനായിട്ട് കഴിയത്തില്ല. കാരണം വളരെ സിമ്പിളായിട്ട് ഒരു തവണ വായിച്ചാൽ ഗ്രഹിക്കത്തക്കവണ്ണമാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത്. ശുശ്രൂഷകന്മാരോടുള്ള ഉത്തരവാദിത്ത ശുശ്രൂഷകന്മാർ മറന്നു പോകരുത്. ജനത്തിന്റെ
ഇയറിച്ചിങ് സെർമൺ പറയാനായിട്ടല്ല ശുശ്രൂഷകനെ ആക്കി വെച്ചേക്കുന്നത്. അവരെ ഉപദേശിച്ച നേരായ വഴിയിൽ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടിയാണ്, അവരെ വചനപ്രകാരം ഭരിക്കാൻ വേണ്ടിയാണ്, അവർക്ക് വേണ്ടി 24 മണിക്കൂറും ഒരു നേഴ്സിംഗ് മദറിനെ പോലെ ആ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയാണ് ശുശ്രൂഷകനെ ആക്കി വെച്ചേക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം ദൈവമക്കൾ ആ ശുശ്രൂഷകനെ അറിഞ്ഞ് ഏറ്റവും സ്നേഹത്തോടെ വിചാരിച്ച് തമ്മിൽ എപ്പോഴും സമാധാനമായിട്ടിരിക്കണം. ഈ 6 ഉത്തരവാദിത്തങ്ങൾ ലോക്കൽ സഭ പരസ്പരം, ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഞാനും, നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങളും, എല്ലാ ശുശ്രൂഷകന്മാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ശുശ്രൂഷകന്മാരും, എല്ലാ ദൈവമക്കൾ തിരിച്ചു ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ദൈവമക്കളും ഒരുപോലെ ദൈവവചന പ്രകാരം സബ്മിറ്റ് ചെയ്ത് ആ കൽപ്പനയുടെ മുന്നിൽ അനുസരണമുള്ളവരായി നമ്മൾ രണ്ടു കൂട്ടരും തീരുമ്പോൾ ഈ സഭ ദൈവനാമ മഹത്വമായി തീരുകയും കർത്താവിന് പ്രസാദം ഉണ്ടാകുകയും മലമേലിരിക്കുന്ന പട്ടണം പോലെ, തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ ലോക്കൽ സഭ അനേകർക്ക് വഴികാട്ടിയായിട്ട് തീരുകയും ചെയ്യും എന്ന് ഈ വചനത്തെ, ആ വചന വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അധികം കാര്യങ്ങൾ മുന്നോട്ട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഈ വചനം ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കാനും ഏറ്റവും ഗൗരവമായിട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളാനും ഇതനുസരിച്ച് ജീവിക്കാനും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതം ആകേണ്ടതിന്, നമ്മുടെ ലോക്കൽ സഭ അനുഗ്രഹമായിട്ട് തീരേണ്ടതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ വചനകേൾവി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ ദൈവത്തോടുള്ള അപേക്ഷയോട് അധികം കൃപയ്ക്കായിട്ട് കർത്താവിനോട് ചോദിച്ചുകൊണ്ട് തിരുമുമ്പാകെ ആയിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ്, ദൈവപരിശുദ്ധാത്മാവ് നമ്മളെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.